ഹലോ, വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. ഇന്ന് സൺഡേ ഔട്ടിംഗ് ആയിട്ട് നമ്മൾ എറണാകുളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ വിശേഷങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഫുൾ ഉണ്ടാവുന്നത്. ആസ് യൂഷ്വൽ ഒരാൾ വണ്ടിയിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങി തുടങ്ങി. ഞങ്ങൾ 3 പേരും പാട്ടൊക്കെ കേട്ട് ഡ്രൈവൊക്കെ എൻജോയ് ചെയ്യുകയാണ്. സൺഡേ ഔട്ടിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ ഹാപ്പി ആക്കലാണ്. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് ബീച്ചസും കായലും നേച്ചറൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അവർക്ക് വല്ല മോൾസിലൊക്കെ വന്ന് ഗെയിംസൊക്കെ കളിച്ച് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകാം, ഹാപ്പി ആകാം. അപ്പോൾ ആദ്യം പിള്ളേരെ എൻ്റർടൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലുലുവിലാണ് ഇറങ്ങിയത്. നമ്മൾ ആദ്യം തന്നെ ഫുഡ് കോർട്ടിലാണ് എത്തിയത്. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ബ്രഞ്ച് ആകാമെന്ന് വിചാരിച്ചു. നമ്മളിവിടുന്ന് 4 ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മോളിൽ വെറുതെ അങ്ങ് നടന്നു. ഹാംലീസ് എത്തിയപ്പോൾ ഒരാൾക്ക് നടത്തത്തിന് ഒരു ചരിവ്. അപ്പോൾ എന്തായാലും ഹാംലീസിൽ കയറി. ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല, ചുമ്മാ എല്ലാം കണ്ടിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പയും മോനും ഗെയിം സെക്ഷനിലോട്ട് പോയപ്പോൾ ഞങ്ങൾ 2 പേരും വീണ്ടും ഫുഡ് കോർട്ടിലോട്ട് വന്നു അവരറിയാതെ. എന്നിട്ട് 2 കുൽഫി ഓർഡർ ചെയ്തു. ഞങ്ങൾ 2 പേരുടെ ഫേവറേറ്റ് ആണിത്. ഇവിടെ ഒരാൾ തകൃതിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പനിക്ക് വേറെ കുട്ടികളുണ്ട്. അവന് ഫ്രണ്ട്സിനെ കിട്ടാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരുമായിട്ട് പെട്ടെന്ന് കമ്പനിയാവും. ലുലുവിലെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലോട്ടാണ്. പോഞ്ഞിക്കര കുസീന എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. എറണാകുളത്ത് ചിറ്റൂർ റോഡിലാണ് ലൊക്കേഷൻ വരുന്നത്. വെറൈറ്റി സീ ഫുഡിൻ്റെ ഒരു ലോകം തന്നെയെന്ന് പറയാം. നമ്മളിവിടുന്ന് 2 മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ പോസ്റ്റർ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ബീഫ് ഉലർത്തിയതിൻ്റെ പോസ്റ്ററാണ്. അപ്പോൾ അതിൽ ഇവിടുത്തെ റെസിപ്പിയാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ലാസ്റ്റ് നമ്മൾ കുറച്ച് മധുരത്തിനായിട്ട് ഇവരുടെ സ്പെഷ്യൽ പായസം ഓർഡർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ മറൈൻ ഡ്രൈവിലോട്ട് വന്നിരിക്കുവാണ്. ഇവിടെ വൈകിട്ട് 4 മണിക്ക് ഒരു സൺസെറ്റ് ബോട്ട് റൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് കടമക്കുടിയിലോട്ട്. ഇപ്പോൾ സമയം 2:45 ആയിട്ടുള്ളൂ. അപ്പോൾ 4 മണി വരെ എങ്ങനെയെങ്കിലും ഒന്ന് സമയം തള്ളി നീക്കണം.
കുറച്ച് നേരം നമ്മൾ ഈ വാക്ക് വേയിലൂടെ നടന്നു. പിന്നെ ഒരു തണലൊക്കെ എത്തിയപ്പോൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. നമ്മുടെ ബോട്ട് റൈഡിനുള്ള സമയമായി. നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മറൈൻ ഡ്രൈവിൽ നിന്നും കടമക്കുടിയിലെത്തി. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരുവാനായിട്ട് ഏകദേശം 3 മണിക്കൂർ എടുക്കും. ബോട്ട് ജേണി തന്നെ ഒരു സൈഡിലോട്ട് 1 അവറിൻ്റെ അടുത്തുണ്ട്. ഈ കാണുന്നത് കണ്ടൽക്കാടുകളാണ്. ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക ഭംഗി. കേരളത്തിലെ ബാക്ക് വാട്ടേഴ്സിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അതിനെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് മറ്റൊന്നുമില്ല. ഇത് കടമക്കുടി വാട്ടർ മെട്രോ സ്റ്റേഷനാണ്. ഫ്യൂ മന്ത്സിൽ ഇത് വർക്കിംഗ് ആവുമെന്നാണ് പറഞ്ഞത്. നമ്മൾ കടമക്കുടിയുടെ അടുത്ത് പിഴല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ സേവിയേഴ്സ് ഫാം എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അവിടെയാണ് ഇറങ്ങുന്നത്. ഇവിടെ ചെറിയൊരു കഫേ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ചായയും സ്നാക്സൊക്കെ ഓർഡർ ചെയ്യാം. ഞങ്ങൾ 2 ചുക്ക് കാപ്പിയും ഹോർലിക്സും ജ്യൂസും പിന്നെ അതുപോലെ കട്ട്ലറ്റ്സും കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്തു. ഇതുപോലെ ചെറിയ ഹട്ട്സ് ഉണ്ട്. അവിടെ എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് കഴിക്കാം. ഒരുപാട് ഫാമിലീസ് ഇവിടെ വരുന്നുണ്ട്. കഫേയുടെ പിന്നിലോട്ടായിട്ട് നെൽപ്പാടങ്ങൾ കാണാം. അപ്പോൾ അതിലൂടെയൊക്കെ ഒന്ന് നമുക്ക് നടന്നിട്ട് വരാം. ഇൻസ്റ്റാഗ്രാം ഫേമസ് ആക്കിയ സ്ഥലങ്ങളാണ് പിഴലയും കടമക്കുടിയും എല്ലാം. ഈവനിങ്സ് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ മാത്രമുണ്ട്. സേവിയേഴ്സ് ഫാമിൽ വരുമ്പോൾ ഇവിടുന്ന് തന്നെ പെഡൽ ബോട്ടിങ്ങിനും പിന്നെ കയാക്കിങ്ങിനും ഒക്കെ ഫെസിലിറ്റി ഉണ്ട്. പിഴല എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. പക്ഷേ റിട്ടേൺ ആയപ്പോഴത്തേക്കും സൺസെറ്റായി ചെറിയൊരു കാറ്റും ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റാണ്.
മറൈൻ ഡ്രൈവ് എത്താറായപ്പോഴത്തേക്കും ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ബിൽഡിങ്സൊക്കെ ലൈറ്റ് ചെയ്ത് കാണുമ്പോൾ തന്നെ വേറൊരു ഭംഗിയായി. ബോട്ട് റൈഡ് കഴിയാറായി. ദാറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ കുട്ടി വീക്കെൻഡ് വ്ളോഗ് ഇവിടെ അവസാനിക്കുവാണ്. ഹോപ്പ് യു എൻജോയ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.